യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പ്രാർത്ഥിച്ചിട്ട് വേണം വണ്ടിയെടുക്കാൻ. പ്രാർത്ഥിച്ച ഹെൽമറ്റ് മറക്കില്ലേ? ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ എന്നെ കൂടി ഓർക്കണം. എന്റെ ഭാര്യയ്ക്ക് ഞാനല്ലാതെ വേറെ ആരും ഇല്ലെന്ന് ചിന്തിക്കണം. എന്നെ കുറിച്ച് ഓർമ്മ വരുമ്പോ ജീവിച്ചിരിക്കണം തോന്നില്ലേ? അപ്പൊ ഹെൽമെറ്റ് എടുത്ത് വെക്കില്ലേ? അയ്യടി മോളെ, അതൊരു ഭയങ്കര ടിപ്പായി പോയിട്ടാ. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണേ, സമ്മതിച്ചു. ഇനി മേലിൽ ഞാൻ സ്കൂട്ടർ ഓട്ടിക്കുമ്പോ ദൈവങ്ങളെ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്നെ ഞാൻ ഓർക്കും. ഹെൽമറ്റ് വയ്ക്കുകയും ചെയ്യും, മറക്കില്ല. ദൈവത്തിനാണ് സത്യം. പോരെ? ശരി, നല്ല കുട്ടിയായിട്ട് പോയിട്ട് വാ. ചെല്ലേ. ഈശ്വരാ, അതെ, ഫോൺ വയ്ക്കുന്നതിന് മുമ്പേ തരാനുള്ള അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ സന്തോഷായേനെ. അയ്യടാ, ഇപ്പൊ അങ്ങനെ സൂയിക്കണ്ട. ഞാനേ ഓഫീസിലാ. വൈകിട്ട് വീട്ടിൽ വന്നിട്ട് നേരിട്ട് തന്നേക്കാം. ഓക്കെ, മതി മതി, അത് മതി. ഞാൻ പോയിട്ട് വരാമേ. ആ, ഇവിടെ എന്ത് പറ്റടാ മോനെ? തിന്നാനും കുടിക്കാനൊന്നും ഇല്ലേ? അല്ല, നിന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? നാക്കെടുക്കാൻ പറ്റാത്ത നീ എന്ത് മറുപടി പറയാനാ? ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടോ, ഇങ്ങേരുത് എവിടെ പോയി കിടക്കുന്നു? ആ, ഉത്തമ സാർ എത്തിയതേ ഉള്ളോ? കണക്ക് പറഞ്ഞാൽ ഞാനിത് നേരത്തെയാ ഭാസ്കരേട്ടാ. എന്ത് പറ്റി? ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. കച്ചവടം ഇല്ലായിരുന്നോ? ഇവിടത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരൊക്കെ രാവിലെ തന്നെ കഴിച്ചിട്ട് പോയി. പുതിയ കളക്ടർ ഓർഡറാ. ഓഫീസിൽ വന്നിട്ട് ആരും ക്യാൻറ്റീനിൽ ചുറ്റിക്കറങ്ങി നടക്കരുതെന്ന്. ഓർഡറൊക്കെ കറക്റ്റാ, പക്ഷെ അതിന് വേറൊരു മുഖമുണ്ട്. എന്ത് മുഖം? അതിന് പുത്തനച്ചി പെരപ്പുറം തൂക്കും എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതാണ് ഈ സുന്ദരി മേഡത്തിന്റെ പുതിയ പരിഷ്കാരം. ഓർഡർ തെറ്റിച്ചാൽ നടപടി ഉണ്ടാവുമെന്ന് എല്ലാവർക്കും പേടിയുണ്ട്. കറക്റ്റ്, പേടിയുണ്ടാവും, ഉണ്ടാവണം. പക്ഷെ ആരാ ഈ ഓർഡറിനെയൊക്കെ പേടിക്കുന്നത്? ഇവിടുത്തെ സാധാരണ സ്റ്റാഫുകൾ. അപ്പൊ പിന്നെ അത് എനിക്ക് ബാധകമാകുമോ എന്നുള്ള കാര്യത്തിന് ഭാസ്കരേട്ടൻ മറുപടി പറയണം. അത് ശരിയാ. സാറ് പാർട്ടിയുടെ തലപ്പത്തുള്ള ആളല്ലേ. പോരാത്തതിന് ഇവിടത്തെ ചില ലോക്കൽ ചുറ്റിക്കളികളും ഉണ്ട്. ഏത് കളക്ടർ വന്നാലും ഉത്തമ സാറിനെ തൊടാ ഒന്ന് പേടിക്കും. ഈ പറഞ്ഞ കഥ ഭാസ്കരേട്ടൻ അറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നലെ വന്ന സുന്ദരി മേഡത്തിന് അതറിയണമെന്നില്ല. പക്ഷെ അറിയും. എപ്പോ അറിയും? അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. അതാണ് ലോ പോയിന്റ്. എന്നാലും തുടക്കമല്ലേ, സാറൊരു തഞ്ചത്തി നിൽക്കുന്നതല്ലേ നല്ലത്. തടവിക്കോ. അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കങ്ങളും ഈ ഉത്തമനെ ബാധിക്കില്ല ഭാസ്കരേട്ടാ. ഇതിലും വലിയ പെരുന്നാള് വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല. പിന്നെയാണ് ഈ പുതിയ പെങ്കൊച്ച്. ശരത്ചന്ദ്രൻ സാറിന്റെ കഥ അറിയാലോ. ഒറ്റയടിക്ക് കളക്ടറേറ്റ് എടുത്ത് തലതിരിച്ച് വെച്ച് കളയാമെന്ന് വിചാരിച്ച ആളാ. ഇപ്പൊ തലയും പോയി വാലും പോയി, വീട്ടിലിരിക്കുക. അതൊക്കെ എനിക്കറിയാം. ആ, ഉത്തമ സാർ ആള് പുലിയല്ലേ. മതി മതി മതി. എങ്കിൽ ഭാസ്കരേട്ടൻ ചെന്ന് ഈ പുലിക്ക് കഴിക്കാൻ ഒരു ബീഫ് ഫ്രൈ
ചൂട് ബീഫ് ഫ്രൈയും ഒരു 3-4 പൊറോട്ടയും എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം സാറേ ഇങ്ങോട്ട്. ഓരോ ഓർഡർ. ക്യാൻറ്റീനിൽ സമയം കഴിഞ്ഞ് പോരുത് പോലും. നടന്നു തന്നെ. എന്താടാ നോക്കുന്നേ? എനിവേ ഓൾ ദി ബെസ്റ്റ് മഴ. താങ്ക് യു ടീച്ചർ. നോക്കൂ, ഞങ്ങളുടെ സ്കൂൾ കരിക്കുലത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഐ മീൻ സ്പോർട്സ്, ആർട്സ്, അങ്ങനെ കുട്ടികളുടെ നാനാമുഖമായ ഒരു വികസനം. അതാണ് ഞങ്ങൾ എയിം ചെയ്യുന്നത്. മോളെ ഈ സ്കൂളിലേക്ക് അയക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ടാ. യുനോ, കഴിഞ്ഞ ഇയറിൽ സ്പോർട്സിൽ ഞങ്ങൾക്ക് ഓവറോൾ ചാമ്പ്യൻ ആകാൻ പറ്റിയില്ല. റണ്ണറപ്പ് ആയിപ്പോയി. അതിന്റെ പേരിൽ ഞങ്ങൾ ഞങ്ങളുടെ PT മാഷിനെ തന്നെ ചേഞ്ച് ചെയ്യുക. പുതിയ ആള് ഉടൻ തന്നെ ചാർജ് എടുക്കും. മോള് ചെറിയ കുട്ടിയല്ലേ, ഇപ്പോഴേ സ്പോർട്സ് ഒക്കെ എന്ത് ചെയ്യാനാ? നോ 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 നോ, അമ്മയുടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. ഈ പ്രായത്തിൽ വേണം കുട്ടികളുടെ അത്തരം ടാലന്റുകൾ വളർത്തിയെടുക്കാൻ. എന്നാലേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ടീച്ചർ പറഞ്ഞത് കറക്റ്റാ. നോക്കൂ, ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ മഴയുടെ ക്ലാസ് ടീച്ചർ വരുമ്പോൾ പറഞ്ഞു തരും. എങ്കിൽ പിന്നെ ഞങ്ങള് മോളെ ക്ലാസ്സിലോട്ട് ആക്കട്ടെ മാഡം? ടീച്ചർ വരട്ടെ. അല്ല, ഈ സ്കൂൾ ബസിന്റെ കാര്യമൊക്കെ ഓഫീസിൽ സംസാരിച്ചോ? ഞങ്ങൾക്ക് ബസ് ഫെസിലിറ്റി വേണ്ട മാഡം. ഞങ്ങൾ തന്നെ കുട്ടി ഇവിടെ എത്തിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തോളാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇതാണ് ദീപ ടീച്ചർ, മഴയുടെ ക്ലാസ് ടീച്ചർ. ടീച്ചറെ, ഇത് മഴ, പുതിയ അഡ്മിഷൻ. ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിക്കോളൂ. മഴ, പ്ലീസ് കം, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പോവാം ടീച്ചർ. എങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളൂ. ആ ശരി. വാ. ശരി. മഴ വീട്ടിൽ വന്ന അപ്പൊ തന്നെ സ്കൂൾ ഡയറി എടുത്ത് പരിശോധിക്കണം. ആയിക്കോട്ടെ. ശരി. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ അതിലായിരിക്കും നോട്ട് ചെയ്തിരിക്കുക. ആ ശരി മാം. പിന്നെ ഗാർഡിയന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അതെന്റെ ഹസ്ബൻഡിന്റെ നമ്പറാ കൊടുത്തിരിക്കുന്നത്. വിനീത് എന്നാ പേര്. ഓക്കെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും വിനീതിനെ ആയിരിക്കും കോണ്ടാക്ട് ചെയ്യുക. മാഡം വിളിച്ചാൽ മതി. മോളെ വിളിക്കാൻ വരുന്നത് ഒന്നുകിൽ വിനീതേട്ടനായിരിക്കും, അല്ലെങ്കിൽ മോളുടെ അച്ഛമ്മയായിരിക്കും. അവരിലൊരാളെ വരാൻ വഴിയുള്ളൂ. എങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് ഓഫീസ് വരെ പോയി വന്നിട്ട് മോളെയും കുട്ടി ക്ലാസ്സിലേക്ക് പോയിക്കോളാം. കേട്ടോ? ആദി, നിക്ക്. ഇത് ആദിത്യൻ. ഇവിടെ എല്ലാവരുടെയും ആദ്യ ഇവൻ. ഫുൾ ടൈം ബൈക്കിലായി യാത്ര. മഴ, ആദിയുടെ ക്ലാസ്സിലെ മഴയും പഠിക്കാൻ പോകുന്നത്. എടാ, നിന്റെ ബൈക്കൊന്ന് ഓഫ് ചെയ്യടാ. കുഴപ്പമില്ല മാം, കാര്യം പറഞ്ഞോ? അതെ, നമ്മുടെ ക്ലാസ്സിലെ പുതിയ അഡ്മിഷനായി കുട്ടി. പേര് മഴ. ഹായ് മഴ. ഹായ് ആദി. നീ മഴയും കൂടി ക്ലാസ്സിലേക്ക് കൊണ്ടുപോ, എന്നിട്ട് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ശരി മാം. മഴ, മഴ കൂടെ പുറകിലേക്ക് കയറിക്കോ. പേടിക്കണ്ട, ധൈര്യമായിട്ട് കയറിക്കോ. ഞാൻ പതുക്കെ ഓട്ടിക്കോളൂ. എന്റെ പൊന്നു മോനെ, നീ ബൈക്ക് ഇവിടെ വെച്ചിട്ട് മഴ നടത്തി കൊണ്ടുപോ. മഴ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എങ്കിൽ ഓക്കെ, തൽക്കാലം ഈ ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. മഴ നമുക്ക് പോവാം. ദാ ഇത് വെച്ചോ. വാ മഴ.